لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فعن أنس رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: لما عرج بي مررت بقوم لهم أظفار من نحاس يخمشون وجوههم وصدورهم، فقلت: من هؤلاء يا جبريل؟ قال: هؤلاء الذين يأكلون لحوم الناس ويقعون في أعراضهم. റവാഹു അബൂ ദാവൂദ് റഹിമഹുല്ലാ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ നാവിനെ സൂക്ഷിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇപ്പോൾ നിങ്ങൾ വായിച്ച് കേട്ടത്. മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു: ലമ്മാ ഉരിജ ബി, എന്നെയും കൊണ്ട് മിഅ്റാജ് പോകപ്പെട്ടപ്പോൾ. ഉരിജ എന്ന് പറഞ്ഞാൽ കയറിപ്പോകപ്പെട്ടു എന്നാണ്. മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലുണ്ടായ അത്യത്ഭുതകരമായ വാനാരോഹണ യാത്രയ്ക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അറജ എന്ന് പറഞ്ഞാൽ കയറിപ്പോയി എന്നാണ്. ലമ്മാ ഉരിജ ബി, എന്നെയും കൊണ്ട് കയറിപ്പോകപ്പെട്ടപ്പോൾ. അങ്ങനെ മിഅ്റാജിൻ്റെ ആ രാത്രിയിൽ നബി തങ്ങൾ പറയാണ്, മിഅ്റാജിൻ്റെ രാത്രിയിൽ ഞാൻ മിഅ്റാജ് പോയപ്പോൾ, മറർത്തു, ഞാൻ നടന്നുപോയി, മറ നടന്നു, മറർത്തു ഞാൻ നടന്നുപോയി, ബിഖൗമിൻ, ഒരു ജനതയുടെ സമീപത്തുകൂടി ഞാൻ നടന്നുപോയി. ആ ജനതയുടെ പ്രത്യേകത എന്താണ്? ലഹും, അവർക്കുണ്ട്, അദ്ഫാറുൻ, നഖങ്ങളുണ്ട്. അദ്ഫാർ, ളുഫുറുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അദ്ഫാർ, നെയിൽ, നഖം എന്നർത്ഥം. അവർക്ക് ചില നഖങ്ങളുണ്ട്. എന്തുകൊണ്ടുള്ള നഖങ്ങളാണ്? സാധാരണ മനുഷ്യ നഖങ്ങളല്ല. മിൻ നുഹാസിൻ, കോപ്പർ കൊണ്ടുള്ള, ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളാണ്. ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുള്ള ഒരു വിഭാഗം ആളുകളുടെ സമീപത്തുകൂടെ മിഅ്റാജ് രാവിൽ ഞാൻ നടന്നുപോയി. അവരെന്താ ചെമ്പുകൊണ്ടുള്ള നഖങ്ങൾ കൊണ്ട് ചെയ്യുന്നത്? യഹ്മിഷൂന, അവർ മാന്തി കീറുന്നു. ഖമശ യഹ്മിഷു എന്ന് പറഞ്ഞാൽ മാന്തി പിളർക്കുന്നതിനാണ് പറയാ. മാന്തി മുറിപ്പെടുത്തുക, മാന്തി പിളർക്കുക. യഹ്മിഷൂന, അവർ മാന്തി പിളർക്കുകയാണ് ആ നഖങ്ങൾ കൊണ്ട്. വുജൂഹും, അവരുടെ മുഖങ്ങളും. വജ്ഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് വുജൂഹ്. വസുദൂറഹും, അവരുടെ മാറുകളും നെഞ്ചുകളും. സദുറുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുദൂർ. അപ്പം മുഖങ്ങളും നെഞ്ചുകളും, സ്വന്തം മുഖങ്ങളും നെഞ്ചുകളും തന്നെ ഈ കൂർത്തുമൂർത്ത ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ കൊണ്ട് മാന്തി പിളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ സമീപത്തു കൂടെയാണ് മിഅ്റാജ് രാത്രിയിൽ ഞാൻ നടന്നുപോയത്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു. കൂടെ ജിബ്രീൽ അലൈഹിസ്സലാമൊക്കെ ഉണ്ടല്ലോ ആ യാത്രയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അപ്പോൾ ഞാൻ ഈ രംഗം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു: മൻ ഹഉലാഇ യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, ആരാണിക്കൂട്ടർ? ഇങ്ങനെ ഈ അതികഠിനമായ നിലക്ക് സ്വശരീരത്തിൻ്റെ മുഖത്തും മാറിലുമൊക്കെ മാന്തി പിളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ ആരാണ്?
അദ്ദേഹത്തിൻ്റെ മറുപടി ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലായി, ഇക്കൂട്ടർ ആരാണ്? അല്ലദീന യഅ്കുലൂന, അവർ ഭക്ഷിക്കുന്നവരായിരുന്നു. അകല യഅ്കുലു, തിന്നുന്നവരായിരുന്നു. എന്ത്? ലുഹൂമന്നാസി, മനുഷ്യരുടെ പച്ചമാംസം, ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്ന ആളുകളായിരുന്നു ഇവർ. വയഖഊന, അവർ ഇടപെടുകയും ചെയ്തിരുന്നു. ഫീ അഅറാദിഹിം, അവരുടെ അഭിമാനങ്ങളിൽ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ്. വളരെ വ്യക്തമാണ് ഹദീസിൻ്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അത്ഭുതകരമായ ഈ വാനാരോഹണ ആകാശയാത്രയിൽ അവിടുന്ന് കണ്ട ഒരുപാട് അത്ഭുതകരങ്ങളായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യമായിരുന്നു ഇത്. സ്വർഗനരകങ്ങളൊക്കെ അവിടുത്തേക്ക് കാണിക്കപ്പെട്ടു എന്നുള്ളതെല്ലാം ഹദീസുകളിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. വേറെയും പല അത്ഭുതകരങ്ങളായ കാഴ്ചകളും അവിടുന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ളത് പ്രമാണബദ്ധമാണ്. ഇവിടെ കണ്ട കാഴ്ച എന്താണ്? നബിതങ്ങൾ അവിടെ പോയപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ സമീപത്തു കൂടെ നടന്നുപോയി. ആ ആളുകളുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. സ്വന്തം കൈകളിൽ തന്നെ കൂർത്തുമൂർത്ത നഖങ്ങളുണ്ട്, പക്ഷേ അത് ചെമ്പ് കൊണ്ടുള്ളതാണ്. സാധാരണ നഖങ്ങൾ കൊണ്ട് മാന്തിപ്പിളർക്കുന്നതിനേക്കാൾ അപ്പുറമല്ലേ ലോഹങ്ങൾ കൊണ്ട്, ഇരുമ്പിൻ്റെയോ ചെമ്പിൻ്റെയോ ഒക്കെ നഖങ്ങളാണുള്ളതെങ്കിൽ. അതുകൊണ്ട് സ്വന്തം മുഖങ്ങളും മാറിടങ്ങളും അവർ മാന്തി കീറി പിളർത്തി ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ശരീരത്തിൽ തന്നെ അവർ മുറിപ്പെടുത്തുകയാണ്, മാന്തി മുറിപ്പെടുത്തുകയാണ്. അപ്പോഴാണ് നബിതങ്ങൾ ചോദിക്കുന്നത്, ഇവരാരാണ്? എന്തിനാണ് ഇവർക്കിങ്ങനെ ശിക്ഷ നൽകപ്പെട്ടിരിക്കുന്നത്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അവർ ജനങ്ങളുടെ മാംസങ്ങൾ തിന്നുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ജനങ്ങളുടെ മാംസം തിന്നുക എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള തീറ്റയല്ലല്ലോ, ഗീബത്തിനെ കുറിച്ചാണല്ലോ അള്ളാഹു അത് പറയുന്നത്. നിങ്ങൾ ഒരു ശവത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചില്ലേ? ഒരു മയ്യത്തിൽ നിന്ന്, ഒരു ശവത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് തിന്നുന്നത് പോലെ സമാനമാണ് സ്ഥലത്തില്ലാത്ത ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നത് എന്ന ഗീബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളോതി അതിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാണല്ലോ. അപ്പം ഇങ്ങനെ ഇവർ ശിക്ഷിക്കപ്പെടാൻ കാരണം എന്താണ്? ഇവർ ഗീബത്ത് പറയുന്ന ആൾക്കാരായിരുന്നു. അതിലൂടെ വയഖഊന, വഖഅ എന്ന് പറഞ്ഞാൽ അവർ വീണിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇടപെട്ടിരുന്നു. ഫീ അഅറാദിഹിം, ആ ജനങ്ങളുടെ അഭിമാനങ്ങളിൽ. ഒരാളുടെ അഭിമാനത്തെ പിച്ചു ചീന്തലാണല്ലോ ഒരാളെക്കുറിച്ച് ദുഷിച്ചു പറയൽ. അത് അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയലാണ് ഗീബത്ത് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ ഇത് കേൾക്കുന്നവരും പറയുന്ന ഞാനും ഒക്കെ ശ്രദ്ധിക്കുക. ആളുകളുടെ അഭിമാനത്തിൽ കയ്യിട്ട് വാരുന്ന നിലക്ക് ദുഷിച്ച് സംസാരിക്കുകയും ഗീബത്ത് പറയുകയും ചെയ്താൽ പരലോകത്ത് നേരിടേണ്ടി വരുന്ന അതികഠിനമായ ശിക്ഷയാണിതെന്ത്? അവനവൻ്റെ മുഖവും മാറും തന്നെ സ്വന്തം കൈകളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ കൂർത്തുമൂർത്ത ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ കൊണ്ട് മാന്തിപ്പിളർക്കുന്ന ദയനീയമായ ശിക്ഷ, അതിഭീകരമായ വേദനയേറിയ ശിക്ഷയാണ് അനുഭവിക്കാനിരിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമാണ് നാവ് കൊണ്ടുണ്ടാകുന്ന അപകടം എന്ന് ഈ ഹദീസും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അടുത്ത ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർദുഹു റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അള്ളാഹുവിൻ്റെ റസൂല് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, കുല്ലുൽ മുസ്ലിമി, എല്ലാ മുസ്ലിമും അലൽ മുസ്ലിമി, മറ്റൊരു മുസ്ലിമിന് ഹറാമുൻ, ഹറാമാണ്, പവിത്രമാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പവിത്രമാണ്, ആദരിക്കപ്പെടേണ്ടതാണ്. ഒരു മുസ്ലിമിൻ്റെ എല്ലാം ആദരിക്കപ്പെടേണ്ടതാണ്. എന്തൊക്കെ? ദമുഹു, അവൻ്റെ രക്തം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അവൻ്റെ രക്തം ചിന്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇൽ മിനായിൽ വെച്ച് സംസാരിച്ച ആ പ്രസംഗം കഴിഞ്ഞ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പഠിച്ചവരാണ്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാം, ഒരു മുസ്ലിമിൻ്റെ എല്ലാം ആദരിക്കപ്പെടേണ്ടവയാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ദമുഹു, അവൻ്റെ രക്തം, വമാലുഹു, അവൻ്റെ സമ്പത്ത്,
വഇർളുഹു, അവൻ്റെ അഭിമാനം. ഇത് മൂന്നും വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, കഅബ ഉൾക്കൊള്ളുന്ന മക്കാ രാജ്യം പോലെ പവിത്രമാണ്, ദുൽഹജ്ജ് മാസം പോലെ, ദുൽഹജ്ജ് 10 പോലെ പവിത്രമാണ്, അത്രക്കും ആദരിക്കപ്പെടേണ്ടവയാണ്. അപ്പം അത് ഹനിക്കാൻ പാടില്ല, അതിൽ ഇടപെടാൻ പാടില്ല, അതികഠിനമായ ശിക്ഷയായിരിക്കും എന്നൊക്കെ ഈ ഹദീസും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്. ഇനി അടുത്ത ഹദീസ്, ബാബു തഹരീമി സമാഇൽ ഗീബ. അത് മറ്റൊരു ടൈറ്റിൽ നൽകിക്കൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു അധ്യായമായി കൊണ്ടാണ് അത് നൽകിയിട്ടുള്ളത്. എന്താണ് ആ അധ്യായം? തഹരീമു സമാഇൽ ഗീബ. ഗീബത്ത് പറയൽ മാത്രമല്ല, കേൾക്കലും ഹറാമാണ്. ഗീബത്ത് പറയൽ മാത്രമല്ല, ഗീബത്ത് പറയുന്നിടത്ത് ഇരുന്ന് കൊടുക്കലും ഹറാമാണ്. അപ്പം എത്ര ഗുരുതരാണ് കാര്യം. അതാണ് തഹരീമു സമാഇൽ ഗീബ. ഗീബത്ത് കേൾക്കൽ നിഷിദ്ധമാണ്. അതേപോലെ തന്നെ കൽപ്പനയുണ്ട്, വ അംറു മൻ സമിഅ ഗീബത്തൻ മുഹറമതൻ. ഹറാമായ നിലക്കുള്ള ഗീബത്ത് കേട്ടവനോട് കൽപ്പനയെക്കുറിച്ചും പറയുന്ന അധ്യായം. ബിറദ്ദിഹ, അവൻ അതിനെ തടുക്കണം. ഗീബത്ത് പറയുന്നിടത്ത് കേട്ടാൽ കേട്ടവൻ്റെ കടമയാണ് അത് മുടക്കണം. ബിറദ്ദിഹ, അതിനെ റദ്ദ് ചെയ്യാൻ നോക്കണം. വൽ ഇൻകാറു അലാ ഖായിലിഹാ, അത് പറയുന്നവനോട് നീരസം പ്രകടിപ്പിക്കണം. അത് പറയുന്നവനെ അത് വിലക്കണം. ഇൻകാർ, അവനോട് അതിന് വിഷമം പ്രകടിപ്പിക്കണം. അലാ ഖായിലിഹാ, ഗീബത്ത് പറയുന്നവനോട്. ഫഇൻ അജസ, ഇനി ഒരാൾക്കതിന് ശക്തിയില്ല, ഒരാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സദസ്സിൽ അത് അയാൾ പറഞ്ഞാലൊന്നും ആ കാര്യം നിർത്തൂല. അജസ എന്ന് പറഞ്ഞാൽ അതാണ്, അയാൾക്ക് ശക്തിയില്ല, അശക്തനായി. അജസ നമ്മുടെ പ്രാർത്ഥനയിൽ കാണാമല്ലോ, പ്രദോഷ പ്രാർത്ഥനയിലും പ്രഭാത പ്രാർത്ഥനയിലും ഒക്കെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വ അഊദു ബിക മിനൽ അജസി വൽ കസൽ. അജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയില്ലായ്മ. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ഫഇൻ അജസ, ആ മനുഷ്യന് ശക്തിയില്ല, അശക്തനാണെങ്കിൽ, ഔ ഇനി ലം യുഖ്ബൽ മിൻഹു, അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ടൊന്നും അവിടെ സ്വീകരിക്കപ്പെടൂല, ആ സദസ്സിൽ അവൻ വിലക്കിയിട്ടൊന്നും അതിനൊരു വിലയില്ല, അവൻ സ്വീകരിക്കപ്പെടൂല, എങ്കിൽ അവൻ എന്ത് ചെയ്യണം എന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന? ഫാറഖ ദാലികൽ മജ്ലിസ്, ആ സദസ്സ് വിട്ടവൻ പിരിഞ്ഞു പോകണം. ഫാറഖ എന്ന് പറഞ്ഞാൽ വിട്ടുമാറിപ്പോവുക. ഫാറഖ ദാലികൽ മജ്ലിസ്, ആ വേദി അവൻ വിട്ടൊഴിഞ്ഞു പോകണം. ഇൻ അംകനഹു, അവന് സാധിക്കുമെങ്കിൽ. എല്ലായിടത്തുനിന്നും അങ്ങനെ വിട്ടുപോകാൻ കഴിയില്ല. സാധ്യമാകുന്നുവെങ്കിൽ അവൻ ആ വേദി, ഗീബത്ത് പറയുന്നത് കേട്ടിരിക്കാൻ പാടില്ല, അത് വിലക്കണം. വിലക്കിയിട്ട് നിൽക്കണില്ലേ, അവനവിടെ എഴുന്നേറ്റ് പോകണം എന്നാണ്. ഇതാണിപ്പോൾ അടുത്ത ഒരു അധ്യായത്തിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തലക്കെട്ടായി നൽകിയതാണ്, ഹെഡിങ്ങായി നൽകിയതാണ് നിങ്ങൾ കേട്ടത്. ഇനി അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലി അനുസരിച്ച് അദ്ദേഹം ചില ആയത്തുകൾ ഉപോത്ബലകമായി കൊണ്ടുവരികയാണ്. ഒന്നാമതായി അദ്ദേഹം ഉദ്ധരിച്ച ആയത്ത് സൂറത്തുൽ ഖസസിലെ 55-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ പറയുന്നത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇദാ സമിഉൽ ലഗ്വ അഅ്റദൂ അൻഹു. വഇദാ സമിഉ, മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറയാണ്. വിശ്വാസികൾ കേട്ട് കഴിഞ്ഞാൽ, അൽ ലഗ്വ, ലഗ്വ് കേട്ടാൽ. എന്താ ഈ ലഗ്വ് എന്ന് പറഞ്ഞാൽ? ലഗ്വ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ എല്ലാത്തിനും പറയുന്ന വ്യാപകമായ അർത്ഥമുള്ള ഒരു വേർഡാണ് ലഗ്വ്. കാര്യമല്ലാത്ത എല്ലാം, കാര്യക്കേട്, ആവശ്യമില്ലാത്ത എല്ലാം, അതാണ് അനാവശ്യം. അപ്പം ആവശ്യമില്ലാത്ത എല്ലാത്തിനും പറയുന്ന വാക്കുകളാവാം, പ്രവൃത്തികളാവാം, എന്തുമാവാം. അനാവശ്യമായ ഏത് കാര്യങ്ങൾ അവർ കേട്ടാലും മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? അഅ്റദൂ അൻഹു, അവരത് വിട്ട് തിരിഞ്ഞു പോകുന്നു. അഅ്റദ എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് വിട്ടു പോകുന്നു. അപ്പോൾ ഒരു അനാവശ്യം കണ്ടാൽ അതിലേക്ക് എത്തി നോക്കാനോ, അവിടെ ഇങ്ങനെ പോയി വായിൽ നോക്കി നിൽക്കാനോ, അതിലേക്ക് ഇങ്ങനെ കാത് കൊടുക്കാനോ, അല്ലെങ്കിൽ അവിടെ കുറച്ചു നേരം പോയി ഇരിക്കാനോ ഒന്നും മുഅ്മിനീങ്ങളെ കിട്ടൂല. അവരെന്ത് ചെയ്യും? അവരത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അഅ്റദൂ അൻഹു, അവിടം വിട്ടവർ തിരിഞ്ഞു കളയും. ഇതാണ് ഇപ്പോൾ സൂറത്തുൽ ഖസസിലെ 55-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇനി അടുത്ത ആയത്ത് നൽകിയതും ഈ ആശയം തന്നെയാണ്. അത് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പേരുള്ള ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. അൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ തന്നെ സത്യവിശ്വാസികൾ എന്നാണ് ആ സൂറത്തിൻ്റെ പേരെന്നെ. അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ്? ഒന്നാം ആയത്ത് തന്നെ എന്താണ്?
ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. കണ്ടോ, മൂന്നാമത്തെ ആയത്തിലാണ് ഈ വിഷയം വരുന്നത്. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് ആ വിശ്വാസികൾ? താഴെ പറയുന്ന സ്വഭാവമുള്ളവർ മാത്രമാണ് വിശ്വാസികൾ. ഒന്ന്, അവരുടെ നമസ്കാരങ്ങളിൽ അവർക്ക് നല്ല ഖുശൂഉള്ളവരാണ്. നിസ്കാരത്തിൽ നല്ല ഭയഭക്തിയോടെ അവർ നിസ്കരിക്കും. മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താണ്? വല്ലദീനഹും, അവരാരാണ്? അനിൽ ലഗ്വി, അനാവശ്യങ്ങളിൽ നിന്നും മുഅരിദൂന, തിരിഞ്ഞു കളയുന്നവരാണ്. അപ്പോൾ അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയൽ ആരുടെ ലക്ഷണമാണ്? അടയാളമാണ്? മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. അവർക്കാണ് സ്വർഗം എന്ന് ഏതാനും ആയത്തുകൾക്ക് ശേഷം അള്ളാഹു പറയുന്നുമുണ്ട്. അവർക്കാണ് ഫിർദൗസ് അള്ളാഹു അനന്തരമായി നൽകുക എന്നൊക്കെ ശേഷം അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഫിർദൗസിൽ, സ്വർഗത്തിൽ കടക്കണോ, അനാവശ്യങ്ങളിലേക്ക് കണ്ണും കാതും കൽബും കൊടുത്തിരിക്കാൻ പാടില്ല. അവിടം വിട്ട് പോകണം, പിന്തിരിഞ്ഞു കളയണം, അതിനെ അവഗണിക്കണം എന്നാണ് ഈ സൂറത്തിലും മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒരായത്ത് സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ സൂക്തമാണ്. ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. തീർച്ചയായും കാത്, ഇന്ന സംഅ, തീർച്ചയായും കേൾവി അല്ലെങ്കിൽ കാത്, ചെവി, വൽ ബസറ, കാഴ്ച അല്ലെങ്കിൽ കണ്ണ്, വൽ ഫുആദ, ഹൃദയവും, കുല്ലു ഉലൈക, അവയെല്ലാം തന്നെ കാന അൻഹു മസ്ഊല, ഇവയെക്കുറിച്ചൊക്കെ അതിഗൗരവത്തോടുകൂടെ ചോദിക്കപ്പെടും പരലോകത്ത് നിന്ന്. നമ്മളെ കാത് എന്തൊക്കെ കേട്ടു എന്ന് പരലോകത്ത് ചോദ്യം ഉണ്ടാവും. കണ്ണ് എന്തൊക്കെ കണ്ടു എന്ന് പരലോകത്ത് ചോദ്യം ഉണ്ടാവും. എന്തൊക്കെ നിന്റെ ഹൃദയത്തിൽ നീ ആലോചിച്ചു കൂട്ടി, ചിന്തിച്ചു കൂട്ടി എന്ന ചോദ്യമുണ്ടാകും. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ മറുപടി പറയേണ്ടി വരും. എന്ത് കേട്ടു? അപ്പം അനാവശ്യം കേട്ടാലോ? നീ എന്തിനത് കേൾക്കാൻ പോയി? അപ്പം അനാവശ്യം കേൾക്കാൻ പാടില്ല. അതിനാണ് ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത്. ഇനി നാലാമതായി ഇമാം നവവി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചത് സൂറത്തുൽ അൻആമിലെ 68-ാമത്തെ സൂക്തമാണ്. അതിപ്രകാരമാണ്: വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅ്രിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി വഇമ്മാ യുൻസിയന്നക അശ്ശൈത്വാനു ഫലാ തഖ്ഉദ് ബഅദ الذിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. നേരത്തെ നമ്മൾ ഹെഡിങ്ങിൽ കേട്ടില്ലേ, അനാവശ്യമുള്ളയിടത്തുനിന്ന് തടയണം, അത് പറ്റിയില്ലെങ്കിൽ അവിടുന്ന് എണീറ്റ് പോകണമെന്ന്. ഇതിന് ഉപോത്ബലകമായ ഒരായത്താണ് ഈ കേൾപ്പിക്കുന്നത്. എന്താണ് അള്ളാഹു പറയുന്നത്? വഇദാ റഅയ്ത, നീ കണ്ടു കഴിഞ്ഞാൽ, നീ കണ്ടാൽ. ആരെ കണ്ടാൽ? അല്ലദീന, ഒരു കൂട്ടം ആളുകളെ. അവരെന്ത് ചെയ്യുന്നു? യഖൂദൂന, അവർ മുഴുകിയിരിക്കുകയാണ്, അവർ വ്യാപൃതരായിരിക്കുകയാണ്. ഫീ ആയാതിന, നമ്മുടെ ആയത്തുകളെയും നമ്മുടെ സൂക്തങ്ങളെയും നമ്മുടെ നിയമങ്ങളെയുമൊക്കെ പരിഹസിച്ചുകൊണ്ട്, പുച്ഛിച്ചുകൊണ്ട്, അതിനെ വില കുറച്ച് കാണിച്ചുകൊണ്ട്, അത്തരം നമ്മുടെ ആയത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ നീ എത്തിപ്പെട്ടാൽ ഫഅഅ്രിദ് അൻഹും, നീ അവരെ വിട്ട് അവിടുന്ന് മാറിപ്പോകണം. ഇസ്ലാമിനെ പരിഹസിക്കുന്ന, അള്ളാഹുവിനെ പരിഹസിക്കുന്ന, റസൂലുള്ളാഹിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന, കൊച്ചാക്കി കാണിക്കുന്ന, അല്ലെങ്കിൽ മഹാന്മാരായ സഹാബത്തിനെ തള്ളിപ്പറയുന്ന, അങ്ങനെ റഹ്മാനായ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ മുഴുകുന്ന, അനാവശ്യമായി മുഴുകുന്ന ആരൊക്കെയുണ്ടോ, അത്തരത്തിലുള്ള അനാവശ്യ വേദികൾ നിന്റെ കണ്ണിൽപ്പെട്ടാൽ ഫഅഅ്രിദ് അൻഹും, നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയണം. ഏതുവരെ? ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, ആ സംസാരമല്ലാത്ത മറ്റു സംസാരങ്ങളിലേക്ക് അവർ തിരിയുന്നത് വരെ നീ അവിടെ ഇരിക്കാൻ പാടില്ല. അവർ മറ്റ് സംസാരങ്ങളിലേക്ക് തിരിഞ്ഞാലല്ലാതെ അവിടെ ഇരുന്നു കൊടുക്കരുത്. ആ വർത്തമാനം അവർ സ്റ്റോപ്പ് ചെയ്യണം. അള്ളാഹുവിന് വെറുപ്പില്ലാത്ത സംസാരങ്ങളിലേക്ക് അവരുടെ സംസാരങ്ങൾ തിരിഞ്ഞാലല്ലാതെ നീ അവിടെ ഇരിക്കാൻ പാടില്ല. അതാണ് ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, അതല്ലാത്ത മറ്റു സംസാരങ്ങളിലേക്ക് അവർ മുഴുകുന്നത് വരെ നീ അവരെ വിട്ടു പോകണം.
ഇനി നീ മറന്നിട്ട് അത്തരം സദസ്സുകളിൽ ഇരുന്നു, എനിക്കിതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലായില്ല, നീ അത്ര അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, അങ്ങനെ നീ അവിടെ ഇരിക്കേണ്ടി വന്നാൽ ശൈത്താൻ നിന്നെ മറപ്പിച്ചു കളഞ്ഞാലോ. അൻസാ യുൻസി, അൻസാ എന്ന് പറഞ്ഞാൽ മറപ്പിച്ചു എന്നാണ്, നസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ്. അൻസാ എന്ന് പറഞ്ഞാലോ മറപ്പിച്ചു. ഇമ്മാ യുൻസി അന്നക, ഇനി നിന്നെ മറപ്പിച്ചു കളഞ്ഞാൽ, ആര്? ശൈത്താൻ. ശൈത്താൻ മറപ്പിച്ചു കളഞ്ഞാൽ അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള ഗൗരവത്തിൽ നീ ഓർത്തില്ല, ശൈത്താൻ നിന്റെ മനസ്സിൽ നിന്ന് ആ ചിന്ത എടുത്തു കളഞ്ഞു. അങ്ങനെ നീ അറിയാതെ കുറച്ചേരം അവിടെ കുടുങ്ങിപ്പോയി എങ്കിൽ എന്നാ പിന്നെ ഏതായാലും ഇവിടെ ഇരുന്നില്ലേ, ഇനി ഇവിടെ തന്നെ അങ്ങനെ തുടരാ എന്ന് ആരും വിചാരിക്കരുത്. അല്ലാഹു തആല പറയാണ്, അങ്ങനെ ഓർമ്മ വന്നാൽ ഫലാ തഖുദ്, പിന്നെ നീ ഇരുന്നു പോകരുത്. ഖഅദ ഇരുന്നു, ഫലാ തഖുദ് അപ്പോൾ നീ ഇരിക്കരുത്. ബഅദ ദിക്റാ, ഓർമ്മ വന്നതിൻ്റെ ശേഷം. ഓർമ്മ ദിക്റാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മ. ഓർമ്മ വന്നതിൻ്റെ ശേഷം പിന്നെ നീ അവിടെ ഇരിക്കാൻ പാടില്ല. ആരോടൊപ്പം? മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയുടെ കൂടെ പിന്നെ നീ ഇരിക്കാൻ പാടില്ല. കണ്ടോ, ഇവിടെ ഈ പ്രവൃത്തി ചെയ്യുന്ന ഖൗമിനെ അള്ളാഹു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ളാലിമീൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ അവർ അക്രമികളാണ്, അക്രമാണ് ഈ ചെയ്യുന്നത്. അപ്പം അക്രമകാരികളുടെ കൂട്ടത്തിൽ പിന്നെ നീ ഇരുന്നു കൊടുക്കാൻ പാടില്ല. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, എത്ര ഗൗരവമാണ്. അപ്പോൾ മോശപ്പെട്ട സദസ്സുകളിൽ പോയി ഇരുന്നു കൊടുത്താൽ നമ്മളും അതിന് അനുകൂലമായിട്ട് ഇരുന്നു കൊടുക്കുന്നത് പോലെയാണ്. അപ്പം അത്തരം സദസ്സുകളിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. എങ്ങനെങ്കിലും അവിടുന്ന് പതുക്കെ രക്ഷപ്പെടുകയാണ് വേണ്ടത്. നമ്മൾ എതിർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എതിർക്കണം, എതിർത്തിട്ടൊന്നും നടക്കൂലേ, നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് പോവുക. അതല്ലാതെ അവിടെ തോന്നിവാസം നടക്കുന്നിടത്ത് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം. ഇപ്പം എല്ലായിടത്തും നമുക്ക് കഴിയാത്ത സ്ഥലങ്ങളുണ്ടാവില്ലേ. ഇപ്പം നമ്മൾ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ മദ്യം വിളമ്പും, ഫ്ലൈറ്റിൽ മദ്യം കൊടുക്കുമല്ലോ. അപ്പോൾ മദ്യം വിളമ്പുന്ന സദസ്സിൽ നമുക്ക് ഇരിക്കാൻ പാടില്ല എന്നാണല്ലോ ഇസ്ലാമിൻ്റെ നിയമം. പക്ഷേ നമ്മളിത് മദ്യം വിളമ്പുന്ന ഫ്ലൈറ്റാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. അവിടെ നമ്മൾ നിർബന്ധിതനാവുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മളവിടെ വെറുപ്പോടുകൂടി നമ്മളതിനോട് മാനസികമായി നമുക്കതിൽ നല്ല വിഷമമുണ്ട്, വെറുപ്പുണ്ട്. കൊടുക്കലും വാങ്ങലൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സും അല്ലാതെ വിഷമിക്കുന്നുണ്ട്. ആ വിഷമവും വെറുപ്പും സഹിച്ച് നമ്മളവിടെ ഇരിക്കേണ്ടി വരികയാണ്. ഇത്തരം ഇതേപോലെയുള്ള ചില സാഹചര്യങ്ങളുണ്ടാകും. നമുക്കവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നാട്ടിൽ ബസ്സിൽ യാത്ര ചെയ്യായിരിക്കും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാണാൻ അല്ലെങ്കിൽ ഭയങ്കര പാട്ട് വെച്ചിട്ടുണ്ടാകും, ഭയങ്കര ഹൈ അടിപൊളി മ്യൂസിക്കും പാട്ടും ഒക്കെ നടക്കുന്നുണ്ടാവും. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മനഃപൂർവ്വം നമ്മൾ വെച്ച് പാട്ടല്ല നമ്മൾ കേൾക്കുന്നില്ല, അതിലേക്ക് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കുന്നില്ല, നമ്മളെ വഴി വല്ല വായനയും മറ്റെന്തെങ്കിലും ചിന്തിച്ചൊക്കെ ഇരിക്കുകയാണ്. അതേപോലെയുള്ള വേദികളിൽ അതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇപ്പം ചില കല്യാണ സദസ്സുകളിൽ പാട്ടും കൂത്തും എല്ലാം ഉണ്ടാവും. അത്തരം സദസ്സുകളിൽ ചിലപ്പോൾ ഇറങ്ങി പോകേണ്ടി വരും. എല്ലാ തോന്നിവാസവും നടക്കും. ഇന്നത്തെ കല്യാണ മാമാങ്കങ്ങൾ, അവിടെ എന്തെല്ലാം തോന്നിവാസങ്ങളാണ്, അള്ളാഹുവിന് വെറുപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ അവിടെ പെട്ടുപോയാൽ പതുക്കെ അവിടുന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത്. വേഗം അവിടുന്ന് തടി സലാമത്താക്കുക. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് പറയണം. നമ്മൾ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ലേ, നമ്മളവിടുന്ന് പോവുക, വെറുപ്പ് പ്രകടിപ്പിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുന്ന വേദികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, മതമില്ലാത്ത ആളുകൾ, അങ്ങനെ പല ആളുകളും അള്ളാഹിനെ കുറ്റം പറയും, റസൂലുള്ളാഹിനെ പരിഹസിക്കും, അങ്ങനെയുള്ള ആയത്തോതിയിട്ട് നുണ പറയും. അങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്ന സദസ്സുകൾ ഉണ്ടാവും. ആയത്തു ഹദീസൊക്കെ ഓതിയിട്ട് അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒന്നും ഉദ്ദേശിക്കാത്ത അർത്ഥതലങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക് ആയത്തുകളെ, ഹദീസുകളെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന മതപുരോഹിതന്മാരുണ്ട്. അങ്ങനെയുള്ള സദസ്സുകളിലൊക്കെ നമ്മളത് കേൾക്കേണ്ടി വരിക എന്നുള്ളതിനെ എന്തിനു വേണ്ടിയായിരിക്കണം? അതിനെ ഖണ്ഡിക്കാനും മറുപടി പറയാനും ആവശ്യമുള്ളവർക്ക് കേൾക്കുക. അല്ലാത്തവരത് കേൾക്കുന്നതിനാ? അവിടെ ഇരുന്നിട്ട് അത്തരം കാര്യങ്ങളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, കണ്ടോ, ശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയണം, അവിടം വിട്ട് പോകണം. ശൈത്താൻ മറപ്പിച്ചു കളഞ്ഞാൽ ഓർമ്മ വന്നാൽ പിന്നെ ആ ജനതയുടെ കൂടെ അക്രമികളായ ജനതയാണത്, അവരുടെ കൂടെ ഇരുന്ന് കൊടുക്കരുത്. അപ്പോൾ അത് ഗീബത്ത് പറയുന്ന സദസ്സാണെങ്കിലും ഒരാളെ കുറിച്ച് ഇങ്ങനെ ഗീബത്ത് പറയണം. ഇപ്പം ഗീബത്ത് പറയാൻ നാലാൾ കൂടിയിരിക്കുമ്പോൾ ഒരാളെക്കുറിച്ച് മറ്റേ ഇങ്ങനെ ഗീബത്ത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കഴിയുന്നത്രയായി വേണ്ട, നമ്മൾ വേറെ വർത്താനം പറയാം, നമ്മളിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ സംസാരത്തിൻ്റെ ഗതി തിരിച്ചുവിടണം. സംസാരത്തിൻ്റെ ദിശയെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരു വഴിയിലേക്ക് തിരിക്കാൻ നോക്കണം, വളരെ ഹിക്മത്തോടുകൂടി.
ഒന്നുകിൽ തുറന്നു പറഞ്ഞിട്ട് എന്തിനാ നമ്മൾ മറ്റുള്ള ഒരാളുടെ കുറ്റം പറയുന്നത്, നമ്മളെ ആമലുകളൊക്കെ അവർക്ക് കൊടുക്കുന്ന എന്തിനാണ്, അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നിർത്താം, വേണ്ട, അത് വിട്ടുകളയാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച മാറ്റുകയാണ് വേണ്ടത്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമല്ല, അത് തുടരെ തന്നെയാണ്, പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ലെങ്കിൽ നമ്മൾ പിന്നെയും അതിങ്ങനെ കേട്ടിരുന്നിട്ട് എന്നാൽ പിന്നെ മറ്റുള്ളവൻ്റെ കുറ്റം അങ്ങനെ പറയില്ലേ, കേട്ടിരിക്കണതൊരു ഹരം എന്ന നിലക്ക് അവിടെ ഇരുന്നു കൊടുക്കരുത്. എന്ത് ചെയ്യണം? ആ സദസ്സ് വിട്ടു പോകണം എന്നാണ്. സാധിക്കുമെങ്കിൽ അവിടെ വിട്ടു പോകുക. എനിക്കത് കേൾക്കാൻ പറ്റൂല, വേറെ വർത്താനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അപ്പം ഞാൻ വരാം, അല്ലെങ്കിൽ മറ്റു വർത്താനങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിച്ചോളി, ഞാൻ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മാന്യമായി ഇറങ്ങിപ്പോകാൻ വിശ്വാസിക്ക് കഴിയണം എന്നാണ് ഈ പറയുന്നത്. അതിനുപോൽബലകമായിട്ടാണ് ഇപ്പോൾ ഈ 4 ആയത്തുകളും ഈ 68-ാമത്തെ ആയത്ത് അൻആമിൽ ആ ഒരു വിഷയത്തിനും മറ്റുള്ളതൊക്കെ നേരത്തെ അതിൻ്റെ മുമ്പ് കേട്ട 3 സൂക്തങ്ങൾ അനാവശ്യമായ കാര്യങ്ങളിൽപ്പെട്ട സംസാരങ്ങളാണ് ഗീബത്ത്, അത് കേട്ടിരിക്കുന്നത് പോലും നമുക്ക് ഹറാമാണ് എന്ന് പഠിപ്പിക്കാൻ കൂടിയാണ്. ഇനി ഹദീസുകളിലേക്ക് കടന്നാൽ ഒന്നാമത്തെ ഹദീസ് വഅൻ അബീ ദർദാ റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال من رد عن عرض أخيه رد الله عن وجهه النار يوم القيامة رواه الترمذي وقال حديث حسن. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അതൊരു സ്വഹാബിയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? മൻ റദ്ദ, ആരെങ്കിലും തടഞ്ഞാൽ, റദ്ദ തടഞ്ഞു, പ്രതിരോധിച്ചു. റദ്ദ ഹഡിങ്ങിൽ നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞു റദ്ദ്. മൻ റദ്ദ, ആരെങ്കിലും തടഞ്ഞാൽ, എന്തിനെ പ്രതിരോധിച്ചാൽ? അൻ ഇർദി അഖീഹി, തൻ്റെ സഹോദരൻ്റെ അഭിമാനത്തെ ആരെങ്കിലും പ്രതിരോധിച്ചാൽ. ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തെ ഇങ്ങനെ പിച്ചിക്കീറി സംസാരിക്കുകയാണ്, സ്ഥലത്തില്ല, ആ സാധു സ്ഥലത്തില്ല, അയാളെപ്പറ്റി കുറ്റങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ മണിക്കൂർ ടൈം ഇങ്ങനെ കളയാണ്. അങ്ങനെ ഒരാളെക്കുറിച്ച് അയാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന നിലക്കുള്ള സംസാരം ഒരാൾ നടത്തുമ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്? തടയാണ്. വേണ്ടടാ, അത് പറയാൻ പാടില്ല, അത് ഗീബത്താവും, നമ്മൾ തെറ്റാണ് എന്ന് പറഞ്ഞ് മൻ റദ്ദ, ആരെങ്കിലും അതിനെ തടഞ്ഞാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം നോക്കൂ. പരലോകത്ത് എന്താ കൊടുക്കുക? റദ്ദല്ലാഹു, അള്ളാഹു തടയുന്നതാണ്, അള്ളാഹ് തടയുന്നതാണ്. അൻ വജ്ഹിഹി, ഈ മനുഷ്യന്റെ മുഖത്തെ തൊട്ട്, അന്നാറ, നരകത്തിയെ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ മനുഷ്യന്റെ, ഈ അന്യന്റെ പച്ചമാംസം മറ്റുള്ളവരെ കൊത്തിവലിക്കുന്ന കാഴ്ച കണ്ടപ്പോ അതിനെ തടഞ്ഞുകൊണ്ട് ആ സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിച്ച ഈ മനുഷ്യന് അള്ളാഹു നാളെ പരലോകത്ത് അവന്റെ മുഖത്തെ തൊട്ട് നരകത്തിയെ അള്ളാഹു തടുക്കുന്നതാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ്. അത് തടുത്തില്ലെങ്കിലോ? തടുത്തില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അത് കേട്ടിരുന്ന് ആസ്വദിക്കാതെ അതിനെ പ്രതിരോധിക്കാനും തടുക്കുവാനും ശ്രമിക്കുന്നതാണ് നമുക്ക് പരലോകത്ത് പുണ്യകരം എന്നാണ് ആ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഓരോ ആയത്തുകളിലും അതുപോലെ തന്നെ ഈ ഹദീസുകളിലുമൊക്കെ ഇപ്പം നമ്മൾ കേട്ടുകഴിഞ്ഞത് എന്താണ്? വളരെ കൃത്യമായി ഇസ്ലാമികമായ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ്. ഇന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഹദീസുകൾ, ഈ വചനങ്ങൾ, ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്കാണ് നമ്മുടെ ചിന്തകൾ പോകേണ്ടത്, മറ്റൊരാളെക്കുറിച്ചല്ല. റബ്ബേ, എത്രയെത്ര സദസ്സുകളിൽ പല ഗീബത്തുകളും ഞാൻ പറഞ്ഞു, ഇനി അതല്ലെങ്കിൽ പല ഗീബത്തുകളും ഞാൻ കേട്ടിരുന്നു, ഞാൻ അതിനെ എതിർക്കാതെ എത്ര ഇടങ്ങളിൽ അത് കേട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ മനസ്സിൽ ഒരു പശ്ചാത്താപ ബോധമുണ്ടാകണം. ഇതൊക്കെയാണ് നമ്മളൊരു പക്ഷേ അതൊന്നും ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. നമ്മളെയൊന്നും സമൂഹത്തിൽ അതൊരു തെറ്റായി കാണുന്ന പ്രവണത പോലും ഇല്ല. പലപ്പോഴും സമൂഹത്തിൽ അതൊക്കെ ഇന്നൊരു സാധാരണ ഒരു സംസാരം എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിനൊക്കെ ഇത്രത്തോളം ഗുരുതരമായ ഭവിഷ്യത്തുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലോ ആൾക്കൂട്ടത്തിലോ അല്ല നമ്മളൊന്നും ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കിതൊക്കെ നിസ്സാരമായി തോന്നാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇതൊക്കെ വേണം. എന്തൊക്കെ നമ്മൾ അറിഞ്ഞു ചെയ്തു,
അറിയാതെ ചെയ്തു. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നെക്കുറിച്ച് നിനക്കാ കൂടുതൽ അറിയാം, എന്നിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചു പോയി എന്ന് എനിക്കറിഞ്ഞൂടാ, നിനക്കല്ലേ അറിയാം എന്നൊക്കെ നമ്മൾ നിസ്കാരത്തിൽ അള്ളാഹിനോട് തേടുമ്പോൾ ഇതേപോലെയുള്ള എന്തെല്ലാം നമ്മളുടെ ലിസ്റ്റിൽ നമ്മൾ ഒരിക്കലും പരിഗണിച്ചിട്ടില്ലാത്ത എത്രയോ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ, അതൊക്കെ വൻപാപങ്ങളാണ്, വലിയ തെറ്റുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ആയത്തുകളും ഹദീസുകളുമൊക്കെ നമ്മുടെ മനസ്സുകളിൽ വലിയ നടുക്കമുണ്ടാക്കേണ്ടുന്ന സൂക്തങ്ങളാണ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക. മറ്റുള്ളവർ നാവ് ദുരുപയോഗപ്പെടുത്തുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന കാതിനെയും നമ്മൾ സൂക്ഷിക്കണം. വളരെ ഗൗരവമാണ് വിഷയങ്ങളിലെന്ന് ഈ കേട്ട ആയത്തുകളും ഹദീസുകളും നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. തുടർന്നുകൊണ്ട് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ തന്നെ ഇമാം നബവി തുടർന്നുകൊണ്ട് വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കതും കേൾക്കണം. റഹ്മാനായ റബ്ബ് നന്മ പറയാനും നന്മ കേൾക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അബദ്ധങ്ങളും വീഴ്ചകളും പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.